ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബ്രോക്കൺ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ബേസിന് വേണ്ടി കുറച്ച് സ്ഥലം തയ്യാറാക്കിയാണ് പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ നിങ്ങൾ കാണാം, ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ് കൂടെ ഉണ്ട്. അപ്പോൾ അതേ മോഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ വട്ടം ഞാൻ കുറച്ചും കൂടിയും ആനിമേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സോംബീസൊക്കെ പോകുമ്പോൾ നല്ല ആനിമേഷൻ ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ കുറച്ചുകൂടെ നല്ല ഭംഗിയിലുണ്ട്. പക്ഷെ ആർമർ കാണാനില്ല ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ. അത് കുഴപ്പമില്ല, എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ തുടങ്ങും. ഇതിൽ പിന്നെ മോഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്തുണ്ടാവുന്ന ഒന്നും പറയാൻ പറ്റില്ല. മോഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ഇതാണ്, വീട് പണിയാ. വീട് നമ്മൾ പണിയാമെന്നാണ് കഴിഞ്ഞോട്ടം പറഞ്ഞത്. അവിടെ കുറച്ചുകൂടെ ഒന്ന് സ്ഥലം ക്ലീൻ ആക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്ഥലം ക്ലീൻ ആക്കി എടുക്കണം. ഷീപ്പ് നള്ളല്ലേ ഇത്, നള്ളിനെ ഉന്തുണു ഇഷ്ടാവോ ചെയ്യാൻ നമ്മളവിടെ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലേ. ഇനി മോള് പിഗ്ഗല്ലേ, അതൊന്ന് കളറിങ്ങനെ. ഓക്കെ, അതേ നാള്. ഓ, അവിടെ അയണുണ്ട്. നമുക്ക് നള്ളിൻ്റെ അടുത്തേക്ക് ആയും പോവാം. സോമ്പൊക്കെ കാണാൻ നല്ല റിയലിസ്റ്റിക് ഉണ്ട്. ആ മരിച്ചുണ്ട് നള്ളി ലെഫ്റ്റ്. അത് പേടിച്ചു. എനിക്കറിയാം, ഞാൻ ഇതൊരു സാധാരണ ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നു. അയ്യോ, ഈ ഷെയ്ഡറും ആനിമേഷനും ഒരുമിച്ചിട്ടാ പറഞ്ഞേ. അയ്യോ, നമ്മുടെ ബെഡ് പൊട്ടിച്ചില്ലേ. ഓ ഗൈസ്, നമ്മൾ ആകെ പൊട്ടത്തരം കാണിച്ചു പോയി ഗൈസ്. ഞാനാണെങ്കിൽ അവിടെ ബെഡും പൊട്ടിച്ചു. ഞാൻ ഈ വേൾഡിൻ്റെ കോപ്പി ഉണ്ടാക്കിയിട്ടുമില്ല. നമ്മളിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും പോയാ ആ ഒരു പിഗ് കാരണം, ആ ഒരു സാധാരണ പിഗ് കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും പോയാ ഗൈസ്. അത്യാവശ്യ കാര്യമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. എനിക്ക് ആകെ 2.5% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്ലീസ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യേ. നമുക്ക് ആവശ്യം വരുമ്പോൾ മാറ്റാം, നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ തിരിച്ച് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ആദ്യം മുതൽ തുടങ്ങി. അയ്യോ, നമ്മളെ പെട്ടു. ഏറ്റവും വലിയ പൊട്ടത്തരം കാണിച്ചു. ആ സ്ഥലം തിരിച്ച് കണ്ടെത്താണെങ്കിൽ വേഗം തന്നെ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഡീസ്പോണാവും. നമുക്ക് വേഗം ഇപ്പോൾ കണ്ടെത്തേണ്ടി വരും. അതല്ല എന്നൊക്കെ ഒന്ന് പിഗിൻ്റെ കേടിനാണോ നോക്കട്ടെ തന്നെ. ഓ, ആ പിഗുകളങ്ങനെയാ. ഓ ആ ശരിയാ, ഈ പിഗ് ഉണ്ട്. ഈ പിഗിന് കളറില്ല. ഓ, ആ അപ്ഡേറ്റ് പൊളിച്ചു കണ്ട. ഈ പിഗൊന്നും ചെയ്യില്ല തന്നെ. ഞാനും വിചാരിച്ചു ഇത് വല്ല ഗ്ലിച്ചാവുന്ന. പക്ഷെ ആ ഗ്ലിച്ചല്ല, പിഗില് അതുണ്ടായിരുന്നത്. ശരിക്കും പിഗിൽ അതുണ്ടായിരുന്നത്. ഞാൻ പോലും അത് ചിന്തിച്ചില്ല. എൻ്റെ ദൈവമേ. ഓ, ഈ പുതിയ അപ്ഡേറ്റ് ശരിക്കും നന്നായിട്ട്. പക്ഷെ നമ്മുടെ സാധനങ്ങളെല്ലാം പോയി. തിരിച്ചു കിട്ടാൻ മതി. എനിക്കതിന് സ്ഥലം അറിയില്ല എവിടെ വന്നേ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ ഇവിടേക്ക് കണ്ട എവിടെയാ. ഇവിടേക്ക് എവിടെയാ. ഓ, ഇവിടെ 2 ഉണ്ട്. 2 അതിന് ഞാൻ എന്തെങ്കിലും തൊടില്ല. അത് ഡേഞ്ചറാ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഈ സ്ഥലത്താണ് ഇത് മറ്റത് കൂടുതൽ ശബ്ദങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഇവിടെ ഇരുന്ന് കുറേ സ്പൂണായ പിന്നെ നല്ലൊക്കെ ലെഫ്റ്റ് ചെയ്തത് വേൾഡ്. പക്ഷെ എനിക്ക് പിഗ് ഏതാ ബ്രൗൺ ഷീപ്പ് ഏതാന്ന് കണ്ടെത്താൻ പെട്ടെന്ന് പറഞ്ഞു തരിക.
ഓ എനിക്ക് തോന്നുന്നു നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് പോകണമെന്ന്. സ്ഥലം തോന്നുന്നു ഇതേതും മല. ഓ ഒന്നുമില്ല, അവിടെ ഒന്നും ഇല്ലല്ലേ. പെട്ടെന്ന് അവിടെ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി. അതാണോ നമ്മുടെ സ്ഥലം? അതാണോ എനിക്കൊരു സംശയം. ഇതെന്തൊരു സോംബിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോംബീസ് ഇങ്ങനെ ഒരു ഓ വുഡ്. ഓ അവിടെ വുഡുണ്ട്. അതിൻ്റെ അടുത്ത് ഇവിടെ അടുത്തുണ്ടാവും നമ്മുടെ ഇത് സ്ഥലം. ഇപ്പോൾ വാട്ടർഫോൾസ് ഇവിടെ അടുത്താണ് ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ സോംബി ഇവിടെ ഏതോ സോംബി മരിച്ചിട്ടുണ്ട്. ഇത് ഈ സോംബിയുടെ കയ്യിൽ സാപ്ലിങ്സ് ചെയ്യുന്നു. 27 സാപ്ലിങ്സ് അങ്ങനെ സോംബിയുടെ കയ്യിൽ വെറുതെ ഉണ്ടാവില്ല. ഓ ആ സ്കെലട്ടൻ അമ്പെടുക്കുന്നുണ്ട്. ഇതെന്ത് ഫ്ലവർ ഇങ്ങനെ ചുവപ്പ് റോസാ പോവാ. ഓ ഈ ഷെയ്ഡെന്താ പ്രശ്നം? നമ്മുടെ ബേസ് കിട്ടി. എനിക്ക് കാണാണ്ട് നമ്മുടെ ബേസ്. ഭാഗ്യം നമ്മൾ ഭാഗ്യം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ബേസ്. എത്ര നേരം അവിടെ നിൽക്കണമെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ സാധനങ്ങൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം കറക്റ്റ് ടൈമിങ്ങിന് വന്നേ. ഇത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഡീസ്പോണാവും. രാത്രി ആവാനായിട്ട് 10 മിനിറ്റാണ്. അപ്പം നമ്മൾ കറക്റ്റ് രാത്രി ആവാൻ നിൽക്കണ നേരത്തിന് വന്നേ. കറക്റ്റ് നമ്മൾ ആ നേരത്ത് വന്നു. അല്ലെങ്കിൽ അത് ഇപ്പോൾ അടുത്ത് വെച്ചാൽ ഡീസ്പോൺ ആയാലേ. നമ്മുടെ രണ്ടാമത്തെ ബെഡ് എവിടെ പോകും? പിക്കാക്സ് നമ്മുടെ ഇല്ലേ? ഉണ്ട് പിക്കാക്സ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ. ഇപ്പോഴും നമ്മുടെ അയ്യണ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ അയ്യണ. അയ്യോ, ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് അയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഓ ഇതെന്താ ചെയ്യാന്നൊക്കെ അറിയണം. പുതിയ അപ്ഡേറ്റ് ആയി പറഞ്ഞേ. എന്താ ചെയ്തത്? ഓ ഞാൻ അതിൻ്റെ അടിക്ക് പോകുന്നില്ല. ഓ അങ്ങനെ ഫോളോയിലുണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ മരിച്ചേക്കാം. അത് കാരണം ബെഡ് കയ്യിലിരിക്കട്ടെ. പെട്ടെന്ന് മരിക്കാറുമ്പോൾ ബെഡ് അവിടെ താഴത്ത് വെച്ചിട്ട് റീസ്പോണില്ല. നമ്മൾ വന്നത് നമ്മുടെ അയൺ വെച്ച് നിന്നത് എവിടെയാണ് കണ്ടുപിടിക്കാനാണ്. ഓ ഗൈസ്, പുതിയ മൂവ്. ഓ മൈ ഗോഡ്, ക്രീപ്പർ. ഓ ഗൈസ്, ഓ നമ്മൾ പുതിയ മൂവുകളും ഉണ്ട് ഗൈസ്. എൻ്റെ ഇതിൽ പുതിയ മോബുകളൊന്നുണ്ട്. ഓ ഈ പുതിയ മോബുകൾ തുണ്ടും സേഫല്ല ഗൈസ്. ഞാൻ ഫുള്ളും സറൗണ്ടഡ് ആണ്. അവിടെ ഗോസ്റ്റ്, ഇവിടെ നള്ള്, അവിടെ ഗോസ്റ്റ് ക്രീപ്പർ, ഇവിടെ സോംബി. നള്ളൊന്നും ചെയ്യില്ലല്ലോ. ഓക്കെ ഭാഗ്യം, നള്ള് ലെഫ്റ്റായി. ഓ പക്ഷെ എൻ്റെ ദൈവമേ, ഞാൻ തെറ്റില്ലെങ്കിൽ മുന്നിക്കാൻ നമ്മൾ പോണ്ട. ഓ നൾ എന്നിട്ട് എക്സ്ട്രാ ഓക്കെ, ഞാൻ അത് വായിക്കാൻ പോലും പോകുന്നില്ല. എന്നാൽ എനിക്ക് എന്തുട്ടാന്നറിയണം. ആ പേര് വായിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്തുട്ടാന്ന് നല്ല അറിയണം. It's not too late to turn back, you know. പിന്നെ ഓ തേങ്ങ. ഓക്കെ, അത് ഡിസപ്പിയർ ആവുന്നതല്ല അത്. ഓക്കെ, ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. ഓ തേങ്ങ. ഇത് അയ്യോ ഏറ്റവും പാടുള്ള തന്നെ.
വൈറ്റ് പ്ലേ വൈറ്റ് നള്ള് പിന്നെ വൈറ്റ് എന്താ കോമ്പോ അതേ വൈറ്റ് പ്ലെയർ. പക്ഷെ എനിക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല. ഓ മൈ ഗോഡ്, ഗ്രേറ്റ്. ഓക്കെ, എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്താണിത്? നള്ളും വൈറ്റും എൻ്റെ കയ്യിലേക്ക് ഞാൻ കയറും. ഓ, ആ നള്ളായിരുന്നില്ല, അതിനൊരു മുഖം ഉണ്ടായിരുന്നു. ഓ, അതിനൊരു മുഖമുണ്ട്, അതിനൊരു മുഖമുണ്ട്, എന്തൊരു മുഖമുണ്ട്, ഞാൻ കണ്ടു. അത് പകുതി സ്റ്റീവിൻ്റെ. ഓ ഓ, ആ ഈ സോംബിക്ക് ഫോട്ടോ എടുക്കുന്നില്ല. ഗൈസ് എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിച്ച് കിട്ടി. എത്ര നേരം എടുത്തുന്നറിയോ ഗൈസ്? ഞാൻ ക്രിയേറ്റീവ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, അത് ഉറപ്പാണ്. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതേ നോക്കിക്കോട്ടെ, ഞാൻ ക്രിയേറ്റീവ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ എത്ര നേരം എടുത്തുന്നറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിപ്പായി പോയിട്ടുണ്ടാവും വീഡിയോ ആ ഭാഗമേ. പക്ഷേ ഇത് എത്ര നേരം എടുത്തുന്നറിയോ? ഞാൻ പലതരം ജീവികളെ കണ്ടു, പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. എങ്ങനെയാണ് ഞാൻ മരിച്ചെന്നറിയോ? നിങ്ങൾ കേട്ട ചിരിച്ച് ചാവണ്ട. ഞാൻ ആ സോംബീസ് എന്നെ കൊന്നു, എന്നിട്ടാണ് ഞാൻ മരിച്ചത്. സോംബീസ് എന്താ ചെയ്യുക? വൈറ്റ് പ്ലെയർ ശരിക്കും ഭയങ്കര തിളങ്ങിയിരുന്നത്, ഭയങ്കര നല്ല വിളിച്ചതിന്. പിന്നെ മറ്റേ ഗോസ്റ്റ് ഫേസ്. അയ്യോ, ഞാൻ ആകെ അതിൻ്റെ അടുത്തേക്ക് ഒരു വട്ടം പോയുള്ളൂ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. ഗോസ്റ്റ് ഫേസ് അല്ലല്ലോ അതിൻ്റെ പേര്. അയ്യോ, എനിക്ക് പേരെടുത്തിട്ട് പോയി ഗൈസ്. ആ പേര് നിങ്ങൾക്ക് അറിയാൻ കൊമൻ്റ് ഇട്ടോ. എനിക്ക് അതിന് ഭയങ്കര പേടിയായി. ഓക്കെ ഗൈസ്, ഞാൻ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ എത്തി ഗൈസ്. ഞാൻ എത്ര നേരം എടുത്തെന്ന് അറിയുന്നത് ഇവിടെ എത്താൻ? ഓഫ്, എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും കാണാനില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറേ നേരമായി ഓടാൻ നിന്നിട്ട്, കുറേ നേരം ഓടി ഞാൻ. ഞാൻ റീസ്പോൺ പോയിന്റ് വെച്ചിട്ടുണ്ട്, എനിക്ക് സമാധാനമായിട്ട് പോകുന്ന ഗൈസ്. ഈ മോഡ് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. ഷോ കറക്റ്റ് ജാവ എഡിഷനത്തെ പോലെയാണ്, കറക്റ്റ് ജാവ എഡിഷനാണ്. അത്ര നന്നായിട്ടാണ് ഇത് ചെയ്തേക്കണത്. എനിക്ക് ഇതുവരെയായിട്ടും വീടിൻ്റെ പണി പോലും തുടങ്ങാൻ പറ്റിയിട്ടില്ല. നോക്കിയാൽ ഇതിൽ ഇത്ര സാധനങ്ങളുണ്ട്, വീട് പോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത്ര സാധനങ്ങളെന്ന് പറഞ്ഞാൽ വുഡ്, പിന്നെ കോബിൾ സ്റ്റോണൊക്കെ. എനിക്ക് ഇതുവരെയായിട്ടും വീടുണ്ടാക്കാൻ പോലും സമയം കിട്ടിയില്ല ഈ മോബുകൾ കാരണം. ഇവിടെ കുറേ അയ്യണുണ്ട്. നമ്മൾ ഇവിടെ വീട് വെച്ചാലും നന്നായി, നമുക്കിത് കാണാൻ പറ്റി. ശരി, നമ്മൾക്ക് പക്ഷെ ഇന്നലെ അയൻ കളക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടുണ്ട്. നമ്മുടെ അത്ര ബ്ലോക്സ് ഇല്ല കളക്ട് ചെയ്യാൻ. എന്നാലും അത്യാവശ്യം അയൻ കിട്ടുന്നുണ്ട് നമുക്ക്. എനിക്ക് ഇതുവരെയായിട്ട് ഇത്ര ഭാഗ്യം കിട്ടിയില്ല അയൻ കിട്ടണേൽ. എനിക്കറിയാം ക്ലിഫ് എന്താ ഈ മൗണ്ടൻസിൻ്റെ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കാണാറുണ്ട്, പക്ഷെ വീഡിയോയിൽ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ എത്ര ഭാഗ്യം കിട്ടിയില്ല. നമ്മൾക്കൊരു ക്രോപ്സ് ഇല്ലേ, ആ മോഡ് വെക്കണം. എനിക്ക് പറയാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. അത് എഡിറ്റർ അതിൻ്റെ എന്താ ഫോട്ടോയും ചെയ്തിട്ടുണ്ടാവും. ഓ, ഇവിടെ നല്ലോണം ചെയ്യാനുണ്ടല്ലോ. നമ്മൾക്ക് വെയിൻ മൈനറും കൂടി വേണം. അപ്പം നമ്മൾ കൊച്ചാട്ടത്തുകൊണ്ട് ഇതെല്ലാം പൊട്ടിച്ച് തീർക്കാം. ആ മോഡും കൂടി നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യണം. പക്ഷെ ആ ലാഗും, അതാണ് എനിക്ക് ഇഷ്ടമില്ലാതെ. ഞാനത് പണ്ടത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ലാഗായ കാരണം. നമ്മുടെ കോളുണ്ട്, കോളിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ഇവിടെ ആയം കൊണ്ടുവന്നൊരു മാത്രമേ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതും കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ. ഓക്കെ ഗൈസ്,
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് 27 അയൺ കിട്ടിയിട്ടുണ്ട്. അയൺ ഞാൻ നേരത്തെ കണ്ട അയണ ഇത് അയണ നേരത്തെ കണ്ട. ഓക്കെ ഗൈസ്, അയൺ കിട്ടിയത് അവിടെ കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ മരിച്ചു. ഈ വട്ടം നമ്മൾ ഇവിടെ റീസ്പോൺ പോയിന്റ് വെച്ചാൽ എളുപ്പമായിട്ട് നമ്മൾക്ക് വരാൻ പറ്റും. കാരണം എനിക്ക് ടെൻഷനില്ല, എളുപ്പമായിട്ട് വരാം. എന്താ നമ്മളിപ്പം തന്നെ മരിച്ചോളൂ, ഞാൻ അപ്പോഴേക്ക് എത്തി. ഓ, നമുക്ക് നമ്മുടെ എല്ലാ സ്റ്റോൺ ടൂൾസ് ഒറ്റ വട്ടക്കൊണ്ട് കിട്ടിയത്. നമ്മൾ നേരത്തെ കൊണ്ടായാണ് അവിടെ നമ്മൾ എടുത്തത് കളക്ട് ചെയ്തത്. ഞാൻ ഇവിടെ കണ്ടിരുന്നില്ല, ഞാൻ ഇവിടെ വളരെ കണ്ടിരുന്നു. അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഇവിടെ അതെ. ഓക്കെ വയസ്സ് അയൺ. ഓക്കെ വയസ്സ് ഇവിടെ കുറച്ചുകൂടെ അയണുണ്ട്. നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾക്കിന്ന് ഭയങ്കര ഭാഗ്യമുണ്ട്, കുറച്ച് എന്താ അപകടമുണ്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ബേസ് ഇപ്പോൾ എന്തെങ്കിലും പോകാൻ എളുപ്പമാവില്ല. അവിടെ ഇതുണ്ടെങ്കിൽ നമ്മൾ മരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നെ തൽക്കാലത്തേക്ക് പോകണം. അയ്യോ, ബെസ്റ്റ് ഭാഗ്യം. നമ്മളെ ബെഡ് പൊട്ടിക്കാതിരുന്ന്. പൊട്ടിച്ചതിനെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരിച്ചാൽ ഉറപ്പാണ്. അല്ല, മരിച്ച സാധനങ്ങളും പോയതിനെ പിന്നെയും ഇവിടെ വരെ വരണ്ടാവുന്നതിനെ. ഭാഗ്യം. നമുക്ക് ഭയങ്കര ലക്കാണല്ലോ. നമ്മുടെ കയ്യിൽ വുഡുണ്ട്, കോബിൾ സ്റ്റോൺ ഉണ്ട്, പിന്നെ വുഡൻ പ്ലാങ്ക്സും ഉണ്ട്. നമ്മൾക്ക് വീടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ അതിനെ കണ്ടു. പിന്നെ ഞാൻ ഇപ്പം അതിനെ കണ്ടു. ഓ ആയിക്കോട്ടെ, നമ്മളെപ്പോൾ ഇത് നോക്കണ്ട പോ. ഈ മോഡ് ഇത്ര അപ്ഡേറ്റ് ആയ കറക്റ്റ് മറ്റേ ജാവ എഡിഷനിലുള്ള പോലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വീട് പണിയാൻ തുടങ്ങണം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും റെഡി ആക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റെഡി ആക്കാം. ഇനി തൽക്കാലത്തേക്കൊന്ന് റെഡി ആക്കാം. തൽക്കാലത്തേക്ക് നമ്മൾക്കൊരു സ്ഥലം ഉണ്ടാവും. ഇനി നമ്മൾക്ക് ബേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, ഇതാണ് എൻ്റെ ബേസ്. കഴിയും ഭംഗിയായില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഭംഗിയായി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇത് വേണ്ട തോന്നില്ല ഗൈസ്. ഇത് ഭംഗിപ്പോയ പോലെ. ഇത് വേണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്. നമ്മുടെ ബേസിൻ്റെ പുറത്ത് കുറേ ഗൈസ് ഞാൻ പറഞ്ഞ സാധനം വൈറ്റ് പ്ലെയർ പിന്നെ നേരത്തെ നമ്മൾ സ്പൈ ചെയ്തുകൊണ്ടിരുന്നത് ആ മോബ്. അതായത് നമ്മളത് കാണാൻ ഓക്കെ, ആ ശബ്ദം ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഓക്കെ, ആ 3 സാധനം നമ്മുടെ പുറത്തുണ്ട്. നമ്മൾ ആദ്യം കണ്ടിരുന്ന പോലെ മോഡല്ല ഇത് നമ്മൾ ആദ്യം കണ്ടിരുന്ന പോലെ മോഡല്ല. ഇത് കണ്ട, ഇപ്പോൾ ഇതവിടെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ള പ്ലെയർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെന്തോ ജീവിന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സംസാരിക്കുന്നത്. പിന്നെ വൈറ്റ് പ്ലെയർ
ഇത് വെറും ജാവയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മോഡ് കറക്റ്റ് നമ്മുടെ ബെഡ്റൂമിൽ എത്തിച്ചു. ഈ മോഡ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഭയങ്കര ഇതുണ്ട്. താങ്ക് യു ഉണ്ട്. അയ്യോ ഓക്കെ നമ്മൾ സർവൈവ് ചെയ്തു. എന്തോ ഭാഗ്യവശാൽ കുഴപ്പമില്ല. നമുക്ക് തിരിച്ച് ബ്ലോക്സ് വെച്ച് മുകളിൽ പോകും. ഞാൻ റീസ്പോൺമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മരിച്ച കുറച്ച് നേരം എടുക്കുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് വരുമ്പോൾ അതാണ് എൻ്റെ വിചാരം. അത് കാരണം മരിക്കാൻ പാടില്ല. ഓക്കെ അപ്പോൾ അത് വീട് ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും വീട് ഇനി ആ ചില്ല് വെക്കണം. ഇനി അയൺ സ്മെൽറ്റ് ചെയ്യണം. കുറച്ച് അയൺ വേണമെങ്കിൽ ഇപ്പം സ്മെൽറ്റ് ചെയ്യാം. പക്ഷേ ചില്ല് നമ്മുടെ കയ്യിൽ സാൻഡ് ഇല്ല കൈസ് നമ്മുടെ കയ്യിൽ. പക്ഷേ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്തുവാണെങ്കിലും കാണാൻ പറ്റും. നമ്മൾ സേഫുമാണ്. നമ്മളിവിടെ നിന്ന് സേഫാണ്. എന്തുവാണെങ്കിലും കാണാനും പറ്റും. ഇവിടെ മോബുകൾ അധികം സ്പോണാവില്ല. ഇല്ല എൻ്റെ ഉറപ്പ്. എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ സ്റ്റേ ആവേ. എന്തോ എൻ്റെ അടുത്തുണ്ട്. താങ്ക് യു സ്റ്റേ ആവേ. താങ്ക് യു. നേരത്തെ പിടിക്കാൻ വന്ന മോബാവും. അപ്പോൾ മനസ്സിലായ നമ്മളതിൻ്റെ അടുത്ത് നിന്നാൽ നമ്മളെ കൊല്ലാൻ നോക്കും. അതിൻ്റെ അടുത്ത് നമ്മൾ നിന്നില്ലെങ്കിൽ അത് താങ്ക് യു പറഞ്ഞിട്ട് പോവും. നല്ല കാര്യമല്ലോ. ഈ മോഡിൻ്റെ കൺസെപ്റ്റും ഈ മോഡും നല്ലോണം ഇഷ്ടമായി. കാരണം ഇത് ഉണ്ടാക്കിയ ആൾ നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പണ്ടത്തെക്കാളും നല്ല മോഡിഫിക്കേഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അല്ല പണ്ടത്തെക്കാളും ആ അന്നത്തെ മോഡിനേക്കാളും നല്ല ഇത് ചെയ്തിട്ടുണ്ട് അയാൾ. ഉണ്ടാക്കിയ ക്രിയേറ്റർ ഭയങ്കര നന്നായി ഉണ്ടാക്കിയിട്ടത്. ഭാഗ്യം. ഓക്കെ നമ്മൾക്ക് ടോർച്ച് പുറത്തൂടെ വെക്കാനുണ്ടെണ്ണം. മറ്റത് ഇത് പ്ലെയർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോകണം. ഗൈസ് അപ്പോൾ വീടിൻ്റെ ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോണം, സബ്സ്ക്രൈബ് ചെയ്തോണം, കമൻറ്റ് ചെയ്തോണം. എന്നാൽ ശരി, ഞാൻ അടുത്ത വീഡിയോ പിന്നെ കാണാം. സൈനിങ് ഓഫ്. സീ ഫൺ.